സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു കഥയിലൂടെ ഞാനിതെൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരിടത്ത് അമ്മു എന്ന് പറയുന്ന ബുദ്ധിമതിയായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് അവളുടെ കുഞ്ഞനിയൻ പ്രിയപ്പെട്ടതായിരുന്നു. അമ്മയുടെ ഫോണിൽ അമ്മയുടെ അനുവാദത്തോടു കൂടി അമ്മയുടെ പാസ്വേഡ് എടുത്ത് അവൾ അമ്മയുടെ പേരന്റിങ് കൺട്രോളിൽ നിന്ന് ഗെയിം എന്നും കളിക്കുമായിരുന്നു. ഒരു ദിവസം അമ്മയ്ക്ക് കടുത്ത പനിയായതിനാൽ അമ്മയ്ക്ക് അവളെ വാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. അമ്മ മോളെ ഗെയിം കളിച്ചോളാൻ പറഞ്ഞു കൊടുത്തു. എന്തെങ്കിലും നിനക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കൂന്ന് പറയുകയും ചെയ്തു. അവൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റുകൾ ഓഫർ ചെയ്ത്, ഇതിൽ നിങ്ങൾക്ക് ഇത്രയും ഗിഫ്റ്റുകൾ കിട്ടി, നിങ്ങൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചിരിക്കുന്നു, ഇതിൽ കുട്ടി ക്ലിക്ക് ചെയ്യൂ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊക്കെ കുറേ ലിങ്കുകളും കുറച്ച് ചാറ്റുകളും വന്നു. തൻ്റെ കുഞ്ഞനിയന് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ച് അതിൽ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ക്ലിക്ക് ചെയ്യുന്ന തൊട്ടു മുമ്പ് അവൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു. അവിടെ ബുദ്ധി അവളെ രക്ഷിച്ചു. അവൾ ഓടിച്ചെന്ന് അവളുടെ അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മുടെ കുഞ്ഞിന് ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കാൻ ദാ ഒരു വഴി തുറന്നു കിട്ടി. ഈ ഗെയിമിൽ അങ്ങനെ പറയുന്നു, ഞാനിതിൽ ക്ലിക്ക് ചെയ്യട്ടെ? അമ്മ അത് നോക്കിയിട്ട് പറഞ്ഞു, മോളെ ഇത് തട്ടിപ്പാണ്, നീ ഇതൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടും. അതല്ലെങ്കിൽ വൈറസുകൾ കയറും, ഫോൺ സ്റ്റക്കാവും, നമ്മുടെ ഓൺലൈൻ സുരക്ഷകളെല്ലാം തന്നെ നഷ്ടപ്പെടും. മാത്രമല്ല, ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ചെന്നപ്പെട്ടാൽ നമ്മുടെ പണം പോകുന്നത് മാത്രമല്ല, അവർ ഒരുപാട് ഭീഷണികൾ മോൾക്ക് തരും. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നെല്ലാം അമ്മ ഭയപ്പെടാതെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അമ്മുമ്മോളുടെ ഒരു നിമിഷം അവളുടെ വികാരത്തെ അവൾ ബ്രേക്ക് ചെയ്തു. അവളുടെ വിവേകബുദ്ധിയാണ് ആ കുട്ടിക്ക് ആ ഒരു തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായത്. അമ്മയുടെ എല്ലാ നിമിഷവും അമ്മയുടെ കണ്ണും അമ്മയുടെ ശ്രദ്ധയും ഉണ്ടായി. ഒരു നിമിഷം ഒന്ന് കണ്ണ് തെറ്റിയപ്പോൾ പക്ഷെ അവൾ ബുദ്ധിമതിയായതുകൊണ്ട് അപ്പോൾ തന്നെ അവളുടെ അമ്മയോട് ചെന്ന് ചോദിക്കാൻ കഴിഞ്ഞു, ഇങ്ങനെ അമ്മുവിനെ പോലാകുക നിങ്ങൾ ഓരോ കുട്ടികളും. കാരണം ഓൺലൈൻ തട്ടിപ്പുകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ മൊബൈൽ തരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ തട്ടിപ്പുകളിലോ ഭീഷണികളിലോ ഒന്നും ചെന്ന് വിടാതിരിക്കാൻ. നിങ്ങളുടെ ഫോട്ടോസോ നിങ്ങളുടെ ഡീറ്റെയിൽസോ സ്കൂൾ ഡീറ്റെയിൽസോ ഒന്നും തന്നെ അപരിചിതരായിട്ടുള്ളവർക്ക് ഷെയർ ചെയ്യാതെ